ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏഴാം ആഴ്ചയിലെത്തി നിൽക്കുമ്പോൾ ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്നത് ആര്യനാണോ അതോ നെവിനാണോ അതോ റെനയാണോ? പറയാം. ലാലേട്ടൻ്റെ ഒരു പ്രൊമോ പുറത്തു വന്നിരുന്നു. എന്തൊക്കെയാണ് ഈ പ്രൊമോയിൽ പറയുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 48 എവിക്ഷൻ പ്രൊമോ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജ് മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യം നമുക്ക് പ്രൊമോ അപ്ഡേറ്റിലേക്ക് പോകാം. ലാലേട്ടൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു പ്രൊമോ ആയിരുന്നു രാവിലെ പുറത്തു വന്നിരുന്നത്. അതിൽ ഇപ്രകാരമാണ് പറയുന്നത്: ലാലേട്ടൻ വരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നു പോയത്. 19 പേരിൽ തുടങ്ങിയ ബിഗ് ബോസ് 100 ദിന യാത്രയിൽ പലർക്കും ആദ്യ കുതിപ്പിൽ തന്നെ കാലിടറി പുറത്തു പോകേണ്ടി വന്നു. വീണ്ടും 5 പേർ കൂടി ചേർന്നു. പ്രേക്ഷകർ കൈവിട്ട പലരും നിറമെഴികളോടെ പോയിക്കൊണ്ടേയിരുന്നു. ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 7 ആഴ്ചകൾ പൂർത്തിയാക്കി. മത്സര ചൂടിൽ ഒരു ബേഡ്സിനെ പോലെ, തീച്ചൂട് പോലെ മനസ്സ് എരിയുന്ന അവരെ പരമാവധി കൂളാക്കാൻ ഞാൻ ശ്രമിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ച് കളിക്കാൻ പറയും. ഒപ്പം ഈ ആഴ്ച നോമിനേഷനിൽ ഉള്ളവരിൽ ആരൊക്കെ പുറത്തേക്ക്, ആരൊക്കെ തുടരുമെന്ന് പരിശോധിക്കാം, കാണാം എന്ന് പറഞ്ഞിട്ടാണ് പ്രൊമോ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ പ്രൊമോയിൽ പറയുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 49 ദിവസങ്ങളായി. അതായത് തുടങ്ങുമ്പോൾ 19 പേരായിരുന്നു. അതിൽ ആദ്യ ദിനത്തിൽ തന്നെ കുറേ പേരുടെ കാലൊക്കെ ഇടറി അവർക്കൊക്കെ പുറത്തു പോകേണ്ടി വന്നു. പിന്നെ 5 പേര് വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡായിട്ട് കയറി എന്നാണ് പറയുന്നത്. പോയ പലരും, അതായത് പ്രേക്ഷകർ അഭ്യർത്ഥന മാനിച്ച് പോയ പലരും നിറമെഴുകളോടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ബിഗ് ബോസ് 7 ആഴ്ചകൾ പൂർത്തിയാക്കി. ഇപ്പോൾ അങ്ങനെ മത്സരം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അവരുടെ മനസ്സും അതുപോലെ തന്നെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ ഞാൻ പരമാവധി കൂളാക്കാൻ നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമാക്കാൻ നോക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കഠിനമായ ഗെയിം ആയിരിക്കും എന്നാണ് ഇവിടെ, അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ച് കളിക്കാൻ പറയുമെന്നതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് ഒപ്പം ഈ ആഴ്ച എവിക്ഷനിൽ കുറച്ച് പേരുണ്ടല്ലോ, 9 പേരുണ്ടല്ലോ, അവരെക്കുറിച്ച് അവരിൽ ആരൊക്കെ പുറത്തേക്ക് പോകും, ആരൊക്കെ തുടരുമെന്ന് നമുക്ക് നോക്കാമെന്നാണ് പറയുന്നത്. അത് നോക്കുകയാണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ പ്രൊമോ അവസാനിക്കുന്നത്. അതായത് ഇന്ന് ചിലപ്പോൾ 2 പേര് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് ഇന്ന് ഡബിൾ എവിക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഒരാൾ പുറത്തേക്ക് പോകുമോ അതോ നാളെയാണോ ഒരാൾ പുറത്തേക്ക് പോകുമെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം ഇന്ന് ഒരാൾ പുറത്തേക്ക് പോയിട്ട് ചിലപ്പോൾ നാളെ ഒരാൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളാണ്. ചിലപ്പോൾ ഇന്ന് ഡബിൾ എവിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഒരാൾ പോയിട്ട് നാളെ ഒരാൾ പോകാനും സാധ്യതയുണ്ട്. എന്തായാലും ഡബിൾ എവിക്ഷനാണ്, അത് ഷുവറാണ്. ഓക്കെ, അത് ഞാൻ ആരാ പോയതെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ പ്രൊമോയ്ക്കകത്ത് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹോട്ട്സ്റ്റാറിൻ്റെ അൺഒഫീഷ്യൽ വോട്ട് പോളൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൽ പ്രകാരമായിരുന്നു. 1ാം സ്ഥാനം നമ്മുടെ ഷാനവാസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പേഴ്സൻറ്റേജ് കണക്കാണ് ഞാൻ പറയുന്നത്, കറക്റ്റായിട്ടുള്ള വോട്ടിംഗ് ആണ്. അതായത് നമ്മുടെ പേഴ്സൻറ്റേജ് കണക്ക് 1ാം സ്ഥാനത്ത് നമ്മുടെ ഷാനവാസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 27% വോട്ടാണ് നമ്മുടെ ഷാനവാസിന് കരസ്ഥമാക്കാൻ സാധിച്ചത്. നല്ല വലിയ വമ്പിച്ച വോട്ടിംഗ് തന്നെയായിരുന്നു ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. 2ാം സ്ഥാനത്ത് വലിയൊരു അട്ടിമറിയോടെ കൂടി നമ്മുടെ ലക്ഷ്മിയായിരുന്നു കടന്നു വന്നിരുന്നത്. 25% വോട്ടാണ് നമ്മുടെ ലക്ഷ്മിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് പറയാനുള്ളത്. 3ാം സ്ഥാനത്ത് നമ്മുടെ നൂറ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 8.9% വോട്ടുകൾ മാത്രമേ നൂറയ്ക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിരുന്നുള്ളൂ. 4ാം സ്ഥാനത്ത് ആദ്യം തന്നെയായിരുന്നു തുടർന്നിരുന്നത്. 8.0% ആയിരുന്നു നൂറയുടെ വോട്ട് ശതമാനം എന്ന് പറയുന്നത്. 5ാം സ്ഥാനത്ത് വലിയൊരു അട്ടിമറിയോടെ നമ്മുടെ സാബുമാൻ്റെ കടന്നുവരവായിരുന്നു ഉണ്ടായിരുന്നത്. 7.7% വോട്ട് മാത്രമാണ് സാബുമാൻ്റെ പക്കലുണ്ടായിരുന്നത്. 6ാം സ്ഥാനത്തേക്ക് നമ്മുടെ ബിന്നി തള്ളപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. തുടക്കത്തിലൊക്കെ ബിന്നി അവസാനം ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും വോട്ടിംഗ് അവസാനിച്ചപ്പോൾ ബിന്നി നല്ലൊരു വമ്പിച്ച വോട്ടിംഗ് കാഴ്ച വെച്ച് നമ്മുടെ 6ാം സ്ഥാനം പിടിച്ചടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. 6.7% വോട്ട് മാത്രമാണ് നമ്മുടെ ബിന്നിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിരുന്നത്. 7ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയിലായിരുന്നു നമ്മുടെ ആര്യൻ ഉണ്ടായിരുന്നത്. ആര്യന് 5.7% വോട്ടുകൾ മാത്രമാണ് നേടാനായിരുന്നത്.
അതുകൊണ്ട് തന്നെ ആരിന് ഈ കണക്ക് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്ക് ബേസുള്ള പെർഫോമൻസ്, അതുപോലെ തന്നെ ജിസൈലിൻ്റെ മൂട് താങ്ങിയുള്ള നടപ്പ്, ഇതൊക്കെ തന്നെയാണ് ആരിൻ്റെ യൂട്ട് കുറയാനുള്ള കാരണം എന്ന് പറയുന്നത്. കാരണം മുമ്പൊക്കെ ആരും നന്നായിട്ട് ഗെയിം കളിച്ചിരുന്നു. ആരും ഗെയിം കളിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ആരും ഗെയിം കളിച്ചിരുന്നു. ആരും നല്ലൊരു കണ്ടസ്റ്റൻസ് തന്നെയായിരുന്നു, നന്നായിട്ട് ഗെയിം കളിച്ചിരുന്നു. പക്ഷേ ജിസൈലിനൊപ്പം ഈ ജിസൈലും ആരിനും കൂടിയിട്ടുള്ള കോംബോ അത് രണ്ടുപേരുടെയും, അതായത് ആരിൻ്റെ ഗെയിമിനെയും തളർത്തി, അതുപോലെ തന്നെ ജിസൈലിൻ്റെ ഗെയിമിനെയും തളർത്തി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഈ ആരിൻ്റെ വോട്ട് കുറയാനുള്ള മെയിൻ കാരണം, പേഴ്സൻറ്റേജ് കുറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. പിന്നെ ഗെയിമും വൈസാണ്. ഓക്കെ, 8ാം സ്ഥാനത്ത് നമ്മുടെ നെവിൻ തന്നെയായിരുന്നു തുടരുന്നത്. നെവിന് ഒരു വോട്ടിൽ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നത്, അതുകൊണ്ട് നെവിന് 8ാം സ്ഥാനം തന്നെ തൃപ്തിപ്പെടേണ്ടി വന്നു. നെവിന് കിട്ടിയത് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 5.5% വോട്ടുകൾ മാത്രമാണ് നമ്മുടെ നെവിൻ്റെ പക്കലുണ്ടായിരുന്നത്. തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ റന തന്നെയായിരുന്നു അവസാന സ്ഥാനത്തുണ്ടായിരുന്നത്. 5.4% വോട്ടുകൾ മാത്രമാണ് റനയ്ക്ക് നേടാനായത് എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് ഈ അൺഒഫീഷ്യൽ വോട്ടുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും. അതായത് ഇങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ റനയും നെവിനല്ലേ പുറത്തേക്ക് പോകുന്നത്, ആരും പോകുമോ എന്നുള്ള ചിന്തയൊക്കെ വരും. ഞാൻ ഗ്രൂപ്പിലും കണ്ടു, പ്രതിഷേധം കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഡേഞ്ചർ സോണിൽ വരുന്നത് നമ്മൾ 2 പേരായിരുന്നു, നെവിനും റനയും തന്നെ ആയിരുന്നു ഡേഞ്ചർ സോണിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നെവിൻ ഫൺ ലെവൽ നടത്തി നല്ല ഗെയിം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ടാസ്കിനകത്ത് നല്ല ഗെയിം കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിരുന്നു. അതായത് നല്ല ഗെയിമിൽ നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിരുന്നു ഫൺ ലെവലിലൂടെ. അതായത് നെവിൻ അവിടെ നിൽക്കണമെന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെവിനെ സേഫാക്കിയിരിക്കുകയാണ്, നെവിനും ബിന്നി അങ്ങനെ സേഫായിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് ആരാണ് കിടക്കുന്നത്? ആര്യൻ ഇവിടെ പെട്ടു. അതായത് ആര്യനും റനയാണ് അവസാന സ്റ്റേജിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് ആര്യനും റനയും തന്നെയാണ് അവസാന സ്റ്റേജിൽ നിൽക്കുന്നത്. നമ്മുടെ സേഫായി, നെവിനും നമ്മുടെ ബിന്നിയും സേഫായിട്ടുള്ളതെന്നാണ് അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ 2 പേരാണ് ഇപ്പോൾ ഡേഞ്ചർ സോൺ നടക്കുന്നത്. ഇനിയാണ് ഇവിടെ ടെസ്റ്റ് നടക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. ഇവിടെ 2 പേര് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ റനയും ആര്യനും തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. അത് 100% കൺഫേം ആണ്. ഞാൻ കൺഫേം അല്ലാത്ത ഒരു കാര്യം ഇങ്ങനെ പറയാറില്ല, കൺഫേം ആണെന്നുള്ളത്. അല്ലെങ്കിൽ നോക്കാം എന്നൊക്കെ ഞാൻ പറയാറുള്ളൂ. പക്ഷേ ഇന്നെല്ലാം ഞാൻ ഉറപ്പിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കോൺഫിഡൻ്റ് ഉള്ളത് കൊണ്ടാണ് ആര്യനും റനയും തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. ഇന്ന് 2 പേര് പുറത്തേക്ക് പോകുമോ എന്നറിയത്തില്ല. ചിലപ്പോൾ ഇന്ന് റനയായിരിക്കാം, നാളെ ആര്യനായിരിക്കാം, അങ്ങനെയായിരിക്കാം പുറത്തേക്ക് പോകുന്നത്. എന്തായാലും 2 പേരും പുറത്തേക്ക് പോയി, ആര്യനും റനയും പുറത്തേക്ക് പോയി. ഓക്കെ, ഇനി അതിനൊന്നും കൺഫ്യൂഷൻ വേണ്ട, ആര്യനും റനയും പുറത്തേക്ക് പോയി. ഡബിൾ എവിക്ഷൻ തന്നെയാണ് നടന്നിരിക്കുന്നത്. ആര്യനും റനയും പുറത്തേക്ക് പോയി എന്ന് തന്നെയാണ് അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അതിലൊന്നും ഒരു മാറ്റം വരാൻ സാധ്യതയില്ല, അങ്ങനെ തന്നെയാണ് അറിഞ്ഞത്. ഇനി എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുമോ എന്നറിയത്തില്ല, എന്നാൽ നമുക്ക് നോക്കാം. എന്തായാലും ശനിയാഴ്ചത്തെ എപ്പിസോഡിനകത്ത് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷാനവാസിൻ്റെ നെവിൻ്റെയും കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ അന്നത്തെ ദിവസം 2 എവിക്ഷൻ നടന്നിട്ടുണ്ടെന്നും അറിയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞായറാഴ്ചത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം കഴിയാറായിട്ടുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ മുന്നിലേക്ക് കിട്ടത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും റനയും നമ്മുടെ ആര്യനും ഔട്ടായിട്ടുണ്ട്. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് 2 പേരാണ് പുറത്തേക്ക് വരിക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ആര്യനും റനയും തന്നെയാണ്. ഓക്കെ, 2 പേര് സേവ് ആവുന്നുണ്ട്. നമ്മുടെ ബിന്നിയും നമ്മുടെ നെവിനും സേവ് ആയിട്ടുണ്ട്. ഓക്കെ, കാരണം ഇവിടെ ആര്യൻ്റെ ഭാഗത്താണ് തെറ്റ്. കാരണം ആര്യൻ ജിസൈലിൻ്റെ ഒപ്പം നിന്ന് കളിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിന്ന് പോകേണ്ട ഒരു കണ്ടസ്റ്റൻസ് തന്നെ ആയിരുന്നു ആര്യൻ ജിസൈലിനെ എന്തെങ്കിലും പറയുമ്പോൾ ജിസൈലിൻ്റെ എതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ റിയാക്ട് ചെയ്യാൻ പോയി, മറ്റുള്ളവരായിട്ട് വഴക്കും കൂടി കാര്യങ്ങളൊക്കെ ആര്യൻ തന്നെ കുഴിച്ച കുഴിയിൽ ആര്യൻ തന്നെ വീണു എന്ന് വേണം പറയാൻ. കാരണം ഇവർ 2 പേരും തമ്മിൽ കോംബോ ഇല്ലായിരുന്നെങ്കിൽ എന്ത് വന്നേനെ? ആര്യൻ സേഫായാനെ, ആര്യൻ ഇങ്ങനെ വരില്ലായിരുന്നു, ആര്യന് വോട്ട് കുറയില്ലായിരുന്നു. ആ കാര്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്കിത് പറയാനുള്ളത്. അപ്പോൾ ആര്യനും റനയും ഔട്ടായി, ഇതാണ് കൺഫർമേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിനൊന്നും മാറ്റം വരാൻ സാധ്യതയില്ല. ഇനി എന്തെങ്കിലും നോക്കാം. നമുക്ക് ഞായറാഴ്ചത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നോക്കാം. ബാക്കിയുള്ള അപ്ഡേറ്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത പ്രമോ വരട്ടെ, അടുത്ത കൂടുതൽ എവിക്ഷൻ്റെ അപ്ഡേറ്റുകളായിട്ട് വരാം, അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ്